ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 29-30 വാക്യങ്ങൾ. എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. പൊതുവിലൊരു പറച്ചിലുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നവർ അവരെങ്ങനെ ജീവിക്കും, അവരുടെ മക്കളുടെ ഭാവി എന്തായിത്തീരും. ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരാളാണ്. 4 വർഷത്തോളം ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചു. പിന്നെ കുറേ നാൾ ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ മിഷൻ വർക്കിൽ പ്രവർത്തനങ്ങൾ മേഖലയിൽ പ്രവർത്തിച്ചു. അതിനെ തുടർന്ന് 18 വർഷത്തോളം കുഞ്ഞുങ്ങളിടയിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കേരളത്തിൽ ഉടനീളം ശുശ്രൂഷയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് ഇന്ത്യയിൽ ഒരു ചിൽഡ്രൻസ് മിഷൻ്റെ സ്റ്റാഫായി പ്രവർത്തിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ഒരു സഭയുടെ ചാർജിലേക്ക് വന്നു. ഒരു 19 വർഷത്തോളമായി ഒരു സഭയുടെ കീഴിൽ ആ സഭയോട് ചേർന്ന് ആത്മാക്കളെ നേടാനും ശുശ്രൂഷയ്ക്കായും സമയം മുഴുവനായി വേർതിരിച്ചു. എനിക്ക് വേണ്ടിയോ എൻ്റെ തലമുറകൾക്ക് വേണ്ടിയോ സമ്പത്തുണ്ടാക്കാനോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനോ സമയമില്ലാതെ വണ്ണം കൂടുതൽ സമയം കർത്താവിന് വേണ്ടി നിൽക്കാൻ തുടങ്ങി. അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ മക്കളുടെ ഭാവിയൊക്കെ എന്തായിത്തീരും. എന്നാൽ ഇന്ന് 2 കൈ ഉയർത്തി എനിക്ക് പറയാൻ കഴിയും, എൻ്റെ മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ മൂത്ത മോന് നല്ല ജോലി കിട്ടി. അവൻ്റെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ അവന് ജീവിത പങ്കാളിയായി ദൈവം കൊടുത്തു. സന്തോഷകരമായൊരു കുടുംബജീവിതം അവന് നൽകി. എൻ്റെ ഇളയ മോനെ കർത്താവ് വിദ്യാഭ്യാസത്തിൽ ഉയർത്തി മാനിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷകരമായ കുടുംബജീവിതം നൽകി. ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ആയുസ്സിൽ എനിക്ക് വേണമെങ്കിൽ ജോലി ചെയ്ത് കുറച്ച് സമ്പത്തുണ്ടാക്കാമെന്ന സ്ഥാനത്ത് ദൈവവിളിയെ തുടർന്ന് ഞാൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നതുകൊണ്ട് പലരും പറഞ്ഞു, നീ കാണിക്കുന്ന മണ്ടത്തരമാണ്, അതുകൊണ്ട് പല നഷ്ടങ്ങൾ സംഭവിക്കാം. എന്നാൽ ഇന്ന് ഞാൻ 2 കൈ ഉയർത്തി പറയും, എല്ലാം ലാഭമായി. കർത്താവിന് വേണ്ടി നിന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി, ലാഭമായി, ഉയർച്ചയായി. കർത്താവിന് വേണ്ടി നിന്നത് മാത്രമേ ഉള്ളൂ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുകഴാനോ പ്രശംസിപ്പാനോ ഉണ്ടെന്ന് പറഞ്ഞാലുള്ളത്. അതുകൊണ്ട് സുവിശേഷ വേല അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാം, സുവിശേഷ വേല ചെയ്യുന്നവർ ഒരിക്കലും ഒരിടത്തും ലജ്ജിച്ചു പോകാൻ ദൈവം ഇടയാക്കത്തില്ല. ഇത് പത്രോസ് പറഞ്ഞൊരു കാര്യത്തിന് കർത്താവ് മറുപടി കൊടുക്കുകയാണ്. പത്രോസ് അവനോട് പറയുകയാണ്, ഇതാ ഞാൻ സകലതും വിട്ട് നിന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം സകലതും വിട്ട് അനുഗമിക്കുന്നു എന്ന് പറയുമ്പം പല ആൾക്കാരും പറയും, അപ്പം നിൻ്റെ കാര്യം എന്തായിത്തീരും? പത്രോസ് സകലതും വിട്ട് അനുഗമിക്കുന്നു പറഞ്ഞ കർത്താവ് പറയാണ്, എൻ്റെ നിമിത്തവും എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടിയാണെങ്കിൽ, സുവിശേഷം നിമിത്തമാണോ വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ ഇനി അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ ഇനി വിട്ടാൽ, ചിലർക്ക് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുള്ളി നിന്നുകൊണ്ട്
സമ്പത്ത് ലഭിച്ചില്ല എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, എന്തോയിലും വിട്ടാൽ, ഇനി അപ്പനെ ആയിക്കോട്ടെ, അപ്പം പണങ്ങി ആയിക്കോട്ടെ, അമ്മ പണങ്ങി ആയിക്കോട്ടെ, സഹോദരിയോ സഹോദരനോ പണങ്ങി ആയിക്കോട്ടെ, കർത്താവ് എന്താ ചെയ്യുന്ന പറഞ്ഞു, ഈ ലോകത്തിൽ തന്നെ എങ്ങനെയാ ഉപദ്രവങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ നിന്ദിക്കപ്പെടും, എപ്പോഴും നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടാം. ക്രിസ്തു നിമിത്തം ഒരു നിന്ദയുണ്ട്. ഉപദ്രവങ്ങളോട് കൂടെ എന്നിട്ട് പറയാണ് 100 മടങ്ങ് എന്ന് പറഞ്ഞാൽ, ആ ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാൻസറോ മറ്റു രോഗമോ ഒന്നും ആണെന്ന് ആരും വിചാരിക്കരുത്. ഇതിന് കർത്താവ് തന്നതാണ് എന്നും പറഞ്ഞാൽ ആരും ഏറ്റെടുക്കരുത്. ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്നയാണ്. സുവിശേഷത്വ വേലയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട് മറ്റുള്ള നീ എന്താ ഇടാ, നിൻ്റെ മക്കളുടെ ഭാവി എന്താവും, നിൻ്റെ പിള്ളേരുടെ ഭാവി എന്താവും എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവിടെ പറയാണ്, ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. ഈ ലോകത്തിൽ ഇതെല്ലാം ലഭിക്കും, അതിനുശേഷം നിത്യമായ ഒരു ജീവൻ, ഈ ലോകത്തിൽ ഈ പറയുന്നതിനെക്കാട്ടും എല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള നിത്യജീവനും ലഭിക്കും. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും സുവിശേഷ നിമിത്തം എന്തെങ്കിലും കാര്യം നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും നഷ്ടമായി പോയി, നിങ്ങളുടെ ആയുസ് പോയി എന്ന് ആരും വിചാരിക്കരുത്. ഞാൻ 2 കൈ ഉയർത്തി പറയും, കർത്താവിന് വേണ്ടി നിന്നുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു, എല്ലാം കർത്താവ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തു. ഒരിടത്തും കർത്താവ് ഈ വാക്ക് മാറുന്നതല്ല, കർത്താവിൻ്റെ വാക്ക് മാറത്തില്ല കേട്ടോ. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിയാലും കർത്താവിൻ്റെ വചനമോ വാക്കുകളോ വാഗ്ദത്തങ്ങളോ മാറാത്തതാണ്. കർത്താവ് പറയാണ്, ഈ ലോകത്തിൽ വെച്ച് തന്നെ ഇതെല്ലാം കർത്താവ് തരും. സഹോദരന്മാരെയും തരും, സഹോദരിമാർ 100 മടങ്ങ്, എല്ലാം 100 മടങ്ങ് തരാൻ പോകുന്നു. മറക്കരുത്. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, സുവിശേഷ വേല ചെയ്തിട്ട് നിന്നയും പരിഹാസവും ചില ബുദ്ധിമുട്ടുകളേറ്റ് സുവിശേഷ വേല അവസാനിപ്പിച്ചാൽ മതി എന്ന തീരുമാനത്തോടെ കേൾക്കുന്ന ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ, അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ 100 മടങ്ങ് ഈ ദിനങ്ങൾ കർത്താവ് നൽകാൻ പോവുകയാണ്. ദ നെയിം ഓഫ് ജീസസ്. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. വലിയൊരു ഉറപ്പും ധൈര്യവും വ്യക്തി ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഉദരസംബന്ധമായ ചില രോഗങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ആ വയറിൻ്റെ ഇവിടെ കൈവച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരങ്ങൾ ക്രിസ്തുവിൻ ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. 100 മടങ്ങായി തരുമവനെന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. 100 മടങ്ങായി തരുമവനെന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതയാം വാരി വിതയ്ക്കാം. പണ്ടൊരു വിധവയിൻ ചില്ലിക്കാശുകൾ കണ്ടൊരു പരമേശൻ, ഉള്ളം നിറഞ്ഞു നൽകും നിന്നുടെ ഉള്ളം കാണുന്നു. വരണ്ട കൈയായി പോകല്ലേ നാം കൈകൾ നീട്ടിയിടാം. ആർപ്പോടുള്ളൊരു കൊയ്ത്തിന്നാളുകൾ അകലെയതല്ലോ. 100 മടങ്ങായി തരുമവനെന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം.